പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ആദർശിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം കിട്ടുമെന്ന്. അവിടെയാണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കനക അവിടേക്ക് വരുമ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ പോയോന്ന്. അച്ഛൻ പോയി എന്ന് പറയും. പിന്നീട് ആദർശ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതിനുള്ള ആളുകൾ വീട്ടിൽ വരും. അമ്മ ഇങ്ങനെ നയന ഇങ്ങനെ ചെയ്തു തന്നിട്ടുള്ള ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അന്ന് അച്ഛനിങ്ങനെ അറ്റാക്ക് വന്ന സമയത്തൊക്കെ ഒരുപാട് പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ കാര്യമൊക്കെ നയന എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇൻഷുറൻസ് ഒന്നും എടുക്കാത്തതുകൊണ്ട് എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ടല്ലേ അച്ഛന് ബൈപ്പാസ് സർജറി പോലും എങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടൊന്നല്ല ഗോവിന്ദേട്ടന് അതൊക്കെ ഒരു പേടിയാണ് എന്ന് പറയും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ 1 കോടിയുടെ ഇൻഷുറൻസാണ് എടുത്തിട്ടുള്ളത്, പൈസയൊക്കെ ഞാൻ അടച്ചോളാം, അവർ വീട്ടിൽ വരുമ്പോൾ ഫോമൊക്കെ ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് ഒന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ആദർശ് അവിടെ നിന്ന് പോകുന്ന സമയത്താണെങ്കിലും പിന്നീട് നയന ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന ഇങ്ങനെ പറയുകയാണ് കനകയോട്, ഇപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ സഹായം ചെയ്തുകൊണ്ട് മാത്രമല്ല ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നത്, അതിന് മുന്നേ സ്നേഹം തുടങ്ങിയതാണ്, ഇപ്പോൾ ഇങ്ങനെ അമ്മയെ സഹായിച്ചുകൊണ്ട് ഇങ്ങനെ ആ സ്നേഹം ഒന്നുകൂടെ കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയുകയാണ്. പിന്നീട് നന്ദു ആണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞിറങ്ങുന്ന സമയത്ത് ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു, ഞാനും അവിടെ പോയിരുന്നു എന്ന്. അപ്പോൾ നന്ദു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗോവിന്ദൻ പോയ കാര്യം. അപ്പോൾ അച്ഛൻ കടയിലേക്കാണെന്ന് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയത്, പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ കടയിൽ ചെന്നപ്പോൾ ആ പയ്യനെ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറയുകയാണ് കേട്ടോ. ഞാനവിടെ കുറേ സമയം ഇരുന്നു, പക്ഷേ നൈനമോളെ കണ്ടില്ല എന്നൊക്കെ പറയുകയാണ്. ഞാൻ ചെല്ലുന്ന സമയത്താണ് ആദർശ് മോൻ്റെ അമ്മേനെ സർജറി കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദു ഒരു സംശയത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ആദർശേട്ടൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നോ ചോദിക്കട്ടോ. അപ്പോൾ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പുറത്തേക്ക് കൊണ്ടുവരില്ലല്ലോ, അപ്പോൾ അതൊക്കെ പിന്നെ ഡോക്ടർമാർക്കല്ലേ അറിയുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാനവിടെ കുറേ സമയം ഇരുന്നിട്ടും നൈനമോളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടാവും, അവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പണ്ടേ, പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ എന്ന് പറയട്ടെ. അപ്പോൾ നവ്യയുടെ കാര്യത്തിലും ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യമോളുടെ കാര്യം, നവ്യപ്പോൾ അവിടെ ഒറ്റയ്ക്കാണല്ലോ, ഇനിയിപ്പോൾ മോള് കുടിക്കേണ്ടിയിരുന്ന പാലാണ് ആദർശ് മോൻ്റെ അമ്മ കുടിച്ചത്. അപ്പോൾ ആ ഒരു ടെൻഷനും കൂടെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നന്ദു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. പിന്നീട് നയനയും കനകയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ കുടുംബജോത്സ്യനെ കണ്ട സമയത്തൊക്കെ നയനയ്ക്ക് ഇങ്ങനെ മുറിവുണ്ടാവും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തായാലും നല്ല കാര്യത്തിനല്ലേ മുറിവുണ്ടായത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നന്ദു അവിടേക്ക് വരുന്നത്. നന്ദു വന്നിട്ട് ഇങ്ങനെ ചേച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി വിളിക്കുകയാണ് കേട്ടോ. നന്ദു ആണെങ്കിലും നയനയോട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഒരുപാട് സഹായം ചെയ്തു ആദർശേട്ടൻ്റെ അമ്മയ്ക്ക്, എന്നിട്ട് ആ സഹായം പറ്റുന്ന ആൾ ചേച്ചീനെ ഇപ്പോഴും വെറുത്തുകൊണ്ടിരിക്കില്ലേ, അത് മനസ്സിലാക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ചേച്ചി അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് ചെന്നാലും ചേച്ചീനെ അവിടെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കരുത്, ഇനിയിപ്പോൾ എന്തായാലും ആദർശേട്ടൻ ചേച്ചീനെ വിട്ട് കളയാനൊന്നും പോകുന്നില്ല, ആദർശേട്ടനെ ചേച്ചീനെ കാണണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കാണട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ മോളെ, അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, പിന്നെ ഞാനിങ്ങനെ ഒരാളെ ഇങ്ങനെ സഹായിക്കുന്നത് മറ്റാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലല്ലോ, പിന്നെ അതിന് തിരിച്ചെന്തെങ്കിലും ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുമല്ല, നമ്മുടെ അച്ഛൻ അങ്ങനെയല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, മുത്തശ്ശിയൊക്കെ അത് തന്നെയാണ് പറയുന്നത് എന്ന് പറയട്ടെ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നന്മയുണ്ടെങ്കിൽ നമുക്ക് അതിൽ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഇത് കിട്ടും എന്ന് പറയാണ്. പിന്നെ നയന പറയുന്നുണ്ടായിരുന്നു, സമയത്തിന് അമ്മേനെ സഹായിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആദർശേട്ടൻ്റെ കാര്യം ഇങ്ങനെ വലിയ കഷ്ടമായേനെ, ആദർശേട്ടന് അത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല, ഇതിപ്പോൾ അതൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. നന്ദുവിനാണെങ്കിലും ആകെ വിഷമമാണ് കേട്ടോ. അപ്പോൾ അച്ഛന് ഇങ്ങോട്ട് വന്ന കാര്യമൊക്കെ പിന്നെ നന്ദു ഇങ്ങനെ കനകയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് തടഞ്ഞേനെന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇങ്ങോട്ട് വന്നെങ്കിലും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദർശേട്ടൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ അച്ഛൻ അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നത് ആദർശേട്ടൻ്റെ അമ്മേനെയല്ല നയനേനെ ആയിരുന്നു. അപ്പോൾ ആദർശേട്ടൻ ഇങ്ങനെ മുഖം മറിച്ചിട്ട് അത് അമ്മയാണെന്ന് പറയുമായിരുന്നു എന്നിങ്ങനെ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഇങ്ങനെ കള്ളത്തിൻ്റെ പുറത്ത് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഗോവിന്ദനെ അറിയിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നയന ഇപ്പോൾ എവിടെയാണാവോ, നയന ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ മുത്തശ്ശന് ഇങ്ങനെ കറക്റ്റ് സമയത്ത് ചായ പോലും കൊടുക്കുന്നില്ല, അദ്ദേഹം പരാതിയൊന്നും പറയുന്നില്ലെങ്കിലും അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ അത് കൊടുത്തൂടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ മുത്തശ്ശി ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു,
എല്ലാം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത്, ഞാനും നിന്നെ സഹായിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഇപ്പോൾ ഈ സമയത്താണ് നൈനമോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ജാനകിക്കും ജലജയ്ക്കും അങ്ങ് പിടിക്കുന്നൊന്നുമില്ല. പിന്നീട് ആദർശ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആദർശും അനിയും കൂടിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആദർശ് വന്ന് കയറുമ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ദേവയാനിയുടെ സർജറി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പ്രാർത്ഥനയിലായിരുന്നു, ഞങ്ങളങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞതാണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും, ഞാനങ്ങനെ പറഞ്ഞാലും മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമല്ലോ, ഞാനെന്തിനാ പിന്നെ കള്ളം പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ. പിന്നെ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഇവിടെ പ്രാർത്ഥനയിലായിരുന്നു, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, അവിടെ ICUവിൻ്റെ മുന്നിൽ നിൽക്കുന്നവർ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് എനിക്കത് ഇഷ്ടമാവുന്നില്ല. അനി പറയുന്നുണ്ടായിരുന്നു, അമ്മ ഒന്നും മിണ്ടാതിരിക്കൂ, അമ്മയ്ക്ക് അങ്ങനെ പ്രാർത്ഥിച്ചാലും എൻ്റെ ഏട്ടത്തി ഒരിക്കലും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുകയില്ല, വല്യമ്മയ്ക്ക് നല്ലത് വരണമെന്ന് മാത്രമേ വല്യമ്മയ്ക്ക് വേണ്ടി ജീവനും കൊടുക്കൂ എൻ്റെ ഏട്ടത്തി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് ജാനകിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതിന് ജലജയും ഒക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് നൈനേനെ അങ്ങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അവനങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, ഇവനെ കണ്ടാണല്ലോ അവൻ പഠിക്കുന്നതെന്ന് പറയട്ടെ, ഇവൻ്റെ വാക്കല്ലേ അവൻ കേൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ആദർശിനോട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നയനേനെ അവൻ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അമ്മയുടെ സ്ഥാനത്താണ് അങ്ങനെ അവൻ നയനേനെ കാണുന്നത്, അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അവളുടെ ഓരോ പ്രവൃത്തിയും കണ്ട് അവൻ മനസ്സിലാക്കിയിട്ട് അവൻ കൊടുക്കുന്ന ബഹുമാനമാണ് എന്ന് പറയുകയാണ് കേട്ടോ. നയനേനെ ജാനകിയും ജലജയ്ക്ക് അങ്ങ് പറയുന്ന സമയത്ത് ഇങ്ങനെ അനി അങ്ങനെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെടാതെ അവർ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അവളെ പറഞ്ഞത് അവന് കൊണ്ടു എന്ന് പറയുകയാണ്. ആദർശാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അവന് മാത്രമല്ല എനിക്കും കൊള്ളുന്നുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ജാനകി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ കറങ്ങി തിരിഞ്ഞ് ആ മോളെ എന്താ വിളിച്ചു കൊണ്ടുവരാത്തതെന്ന് ചോദിക്കും കേട്ടോ. അപ്പം എനിക്കാണെങ്കിലും അത് ഒട്ടും ഇഷ്ടമാവുന്നില്ല. അനി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വല്യമ്മ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അതുകൊണ്ടാണ് അവിടേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ ജാനകി പറയും, അതുകൊണ്ടൊന്നല്ല പോകുന്നത്, ആ വഴി തെറ്റിയവൾ ഇങ്ങനെ അവളുടെ ചേച്ചിയുടെ ഒത്താശയോടുകൂടി അവിടേക്ക് വരികയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അനിയാണെങ്കിലും അതിനും നല്ല മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. അനിയാണെങ്കിലും പിന്നീട് ഇങ്ങനെ അനാമികേനെ വിളിക്കാൻ പോവില്ല, അവളിങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണല്ലോ, അതുകൊണ്ട് ഞാൻ വിളിക്കാൻ പോവില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ജാനകി ചോദിക്കും കേട്ടോ. അപ്പോൾ അവളുടെ സ്വഭാവം അത്ര ശരിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണെന്ന് പറയും. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവളാണ് അമ്മയുടെ മരുമോളാണ് ഈ വീട്ടിലേക്ക് വഴി തെറ്റി വന്നത് എന്നൊക്കെ പറയാണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, നീ വിളിക്കാൻ പോയിട്ടില്ലെങ്കിൽ ഞാൻ അവളെ വിളിക്കാൻ പോകും, അവളെ എനിക്ക് മരുമകൾ മാത്രമല്ല മോളും കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കാണെങ്കിലും അതങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നീട് ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ ജാനകി പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ഒന്ന് ഹോസ്പിറ്റലിൽ വന്നോട്ടെ, അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് പുറത്തു പോകാൻ പോകുന്നത് ആ നൈന എന്ന് പറയുന്നവളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ടായിരുന്നു. അനാമികേനെ വിളിച്ചു കൊണ്ടുവരാത്തതിൽ ജാനകിക്കാണെങ്കിലും നല്ല ദേഷ്യമുണ്ട്. അനീനോടാണെങ്കിൽ അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അനാമിക മോളെ പുറത്താക്കിയിട്ട് ഇവിടെ നവ്യയും നൈനയും അങ്ങനെ വാഴണ്ട, അപ്പോൾ ഏട്ടത്തി വന്നാൽ അവരെ അങ്ങ് പുറത്താക്കിക്കോളും, നൈനേനെയാവും ഇവിടുന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് പോകുമ്പോൾ അനിയാണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് ആദർശ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ജാനകിയാണെങ്കിലും ജലജേനോട് പറയാം, നമുക്കൊന്ന് അമ്പലം വരെ പോകണം, എൻ്റെ മോൻ്റെ ഉള്ളിൽ എന്തോ കൈവശം ചെന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് കേട്ടോ ആദർശ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. പിന്നീട് ആദർശിനോടായി ജാനകിയുടെ ചോദ്യം, നയന ഇങ്ങനെ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നയനിപ്പോൾ ഹോസ്പിറ്റലിലില്ല, അവൾ അവളുടെ വീട്ടിലാണ് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ അമ്മായിമ്മ കിടപ്പിലായപ്പോൾ മരുമോളുടെ ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് അവളോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്, ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മേനെ കൊല്ലാൻ നോക്കിയത് അവളാണെന്ന് എല്ലാവരും അതൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമല്ലോ എന്ന് പറയും. അപ്പോൾ അതന്നെയല്ലേ സത്യം എന്ന് അതുപോലെ തന്നെ ജാനകിയും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് ആദർശ് പറയുകയാണ്. അത് എനിക്ക് നന്നായിട്ട് അറിയാം, അതിങ്ങനെ ഇവിടെ ആർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് അവളുടെ സ്വഭാവം ഇങ്ങനെ ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല, ഇനിയിട്ടും മനസ്സിലാവാനും പോകുന്നില്ല, എന്തായാലും എനിക്കത് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന നിൻ്റെ അമ്മയ്ക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ എന്ന് ജാനകി ചോദിക്കുകയാണ്. അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവണ്ട എന്ന് ആദർശ് പറയാനുണ്ട്. അപ്പോൾ ആദർശിന് എന്തായാലും നയനെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയാണ്. ഇനിയിപ്പോൾ ആര് ഇവിടുന്ന് പുറത്തു പോയാലും നയന ഒരിക്കലും ഇവിടുന്ന് പുറത്തു പോവില്ല, അവൾ ഇവിടെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദർശ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ജാനകി പറയുന്നുണ്ടായിരുന്നു, നയനേനെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിൻ്റെ ജീവിതം ഒരിക്കലും പച്ച പിടിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ
ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നയന ഇവിടുന്ന് ഒരിക്കലും പുറത്തു പോയില്ല എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ജലജയ്ക്കും അതുപോലെ തന്നെ ജാനകിക്കും അതങ്ങ് പിടിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. അവൻ ഒരിക്കലും നന്നാവില്ല എന്ന് ആ സമയത്ത് ജലജ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയും, അവൻ്റെ അമ്മേനെ ഇവിടുന്ന് പുറത്താക്കിയാലും അവൻ്റെ ഭാര്യേനെ അവൻ എന്തായാലും ഒഴിവാക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. പിന്നീട് നയനേനെയും അതുപോലെ തന്നെ ദേവയാനേനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.